അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാൻ പൂണൂൽ അഴിച്ചുവെച്ച് പൊതുരംഗത്തിറങ്ങിയ ഡോക്ടർ എം.പി. പരമേശ്വരൻ അന്തരിച്ചു. കേരളത്തിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെയും ഇടതു ചിന്താധാരയുടെയും എക്കാലത്തെയും ശക്തനായ വക്താവായിരുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശ്ശൂരിലെ വീട്ടിലാണ് അന്തരിച്ചത്. 93 വയസ്സായിരുന്നു. തൃശ്ശൂരിലെ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മടർങ്ങളിയും മനയിൽ 1935 ജനിച്ച എം.പി. പരമേശ്വരൻ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് മോസ്കോ സർവകലാശാലയിൽ നിന്നും ആണവശാസ്ത്രത്തിൽ PhD സ്വന്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കേരളത്തെ സംബന്ധിച്ച് സാക്ഷരതാ പ്രസ്ഥാനം എന്ന കേരളത്തിൻ്റെ ലോകത്തിന് മുന്നിൽ കാട്ടാൻ കഴിയുന്ന ഒരു മാതൃകയുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഇടതുപക്ഷ പ്രവർത്തകനാണ്. അതിനുമപ്പുറം ഒരു ആണവ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അപൂർവതകളുള്ള ഒരു വ്യക്തിയുടെ വിടവാങ്ങൽ കൂടിയാണിത്, അല്ലേ? സജിത്ത്, കേരളത്തിലെ സാമൂഹിക രംഗത്ത്, ശാസ്ത്ര പ്രചാരണ രംഗത്ത് ഇത്രമേൽ ജനകീയമായി പ്രവർത്തിച്ച ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഇത് ഡോക്ടർ എം.പി. പരമേശ്വരൻ. അദ്ദേഹം ബാർക്കിലെ ബവ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ആണവ ശാസ്ത്രജ്ഞ ജോലി രാജിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരികയും EMSുമായുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ചിന്തയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. ആദ്യം ചിന്താ വാരികയുടെ 10ാം ദിവസ സമിതി അംഗമായിരുന്നു. പിന്നീട് ചിന്തയുടെ മാനേജരായി. അങ്ങനെ ചിന്തയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം കേരള ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ നിരയിൽ ഏറെക്കാലം പ്രവർത്തിച്ചു. പൂന്നൂൽ അഴിച്ചുവെച്ച ശേഷം പൊതുരംഗത്തിറങ്ങി ജനകീയ ശാസ്ത്ര പ്രചാരണം നടത്തി എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ എം.പി. പരമേശ്വരനെ കുറിച്ച് നമുക്ക് സകല രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറം പറയാനാവുക. സാക്ഷരതാ പ്രസ്ഥാനം, ശുചിത്വ കേരള മിഷന്റെയും ആശയം ഡോക്ടർ എം.പി. പരമേശ്വരന്റേതായിരുന്നു. പിന്നീട് CPM-ന്റെ ഏറ്റവും ക്രീമായ AKG സെന്റർ ബ്രാഞ്ച് അംഗമായിരുന്ന അദ്ദേഹം പിന്നീട് 4 ലോക സിദ്ധാന്തം, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകണമെന്ന 4 ലോക സിദ്ധാന്തം അവതരിപ്പിച്ചതിന്റെ പേരിൽ CPM-ൽ നിന്ന് പുറത്താവുകയായിരുന്നു. CPM അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ഇത് ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. സജിത്ത്, അതാണ് ഉണ്ണി സൂചിപ്പിച്ചതാണ് സാഹചര്യം. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന പല പദ്ധതികളും, അതായത് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്തകനും എന്നതിനപ്പുറം ഡോക്ടർ എം.പി. പരമേശ്വരൻ മറ്റു പലതുമായിരുന്നു എന്നതാണ് സാഹചര്യം. കാലങ്ങളായി മാറുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി കൂട്ടിക്കെട്ടുന്നതിൽ കൃത്യമായ ചിന്തകളും ചിന്താധാരകളും ഉണ്ടാവുന്നു. പക്ഷേ അത് പലപ്പോഴും CPM-ന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി അവസാന ഘട്ടത്തിൽ അതാണ് 4 ലോക സിദ്ധാന്തവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യവും അടക്കമുണ്ടാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.